എന്താണ് ഈ ചുവപ്പിൻ്റെ സൂചന നൽകുന്നത്? ശ്രീലങ്ക ചുവന്ന് തുടുത്തിരിക്കുകയാണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു 2/3 ഭൂരിപക്ഷം നേടിയാണ് അവിടെ NPP അധികാരം ഉറപ്പിച്ചിരിക്കുന്നത്. നാളെ ഇപ്പം മന്ത്രിസഭ ഒക്കെ നിശ്ചയിക്കും. അപ്പോൾ എന്താണ് നമുക്ക് ഈ ഒരു, കാരണം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ താറുമാറായ ഒരു ശ്രീലങ്കയാണ്. ആ ശ്രീലങ്കയിൽ ചുവപ്പാണിപ്പോൾ പൊങ്ങിയിരിക്കുന്നത്. എന്താണ് ഈ ചുവപ്പിൻ്റെ ലക്ഷണം? നമ്മളെ എന്ത് സൂചനയാണ് കാണിച്ചിരുന്നത്? ഈ ചുവപ്പ് ശ്രീലങ്ക ആകെ ചുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ശ്രീലങ്കയ്ക്ക് വേണ്ടി വല്ലാതെ ചുവപ്പിൻ്റെ ഒരു ആവേശം കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് തമാശ തോന്നുന്നുണ്ട്. സത്യത്തിൽ ആ അവകാശവാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആഹ്ലാദം ഒക്കെ വളരെ ബാലിശ്യമാണ്. ഈ JVP എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടെ അധികാരത്തിൽ വന്നിരിക്കുന്നത്. JVP എന്ന് പറയുന്ന ജനതാ വിമുക്തി പെരുമന എന്ന് പറഞ്ഞാൽ അതാണ് നേരത്തെ പറഞ്ഞ ഈ പീപ്പിൾസ് ലിബറേഷൻ ഫ്രണ്ട് എന്നാണ് എനിക്ക് പറയാം, PLF. ഇത് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകത. ഒന്നാമത്തെ കാര്യം അതാണ്, നമുക്ക് പലപ്പോഴും ആലോചിക്കാത്തത്. ഈ ശ്രീലങ്കയിൽ ആദ്യം നടക്കുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. കഴിഞ്ഞ സെപ്റ്റംബറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ അവിടെ ഇദ്ദേഹം ഇപ്പോഴത്തെ ദിസനായകെ എന്ന JVP നേതാവ് ദിസനായകെ, ഈ ജനതാ വിമുക്തി പെരുമനയുടെ ചെറുപ്പക്കാരനായ താരതമ്യേന യങ് ആയിട്ടുള്ള ലീഡർ. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് എത്ര വയസ്സുണ്ടാവും? എനിക്ക് തോന്നുന്നു 57, 58 വയസ്സുള്ള 1968 അദ്ദേഹം ജനിച്ചതെന്ന് തോന്നുന്നു. അപ്പോൾ ചെറുപ്പക്കാരൻ ജയിച്ചു വന്നു. അതുകൊണ്ട് ഒരു ചോരത്തിളപ്പുണ്ടാവും. പക്ഷേ ശ്രീലങ്ക ചുവന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹം ജയിച്ചു, പ്രേമദാസ തോറ്റു. പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ശ്രീലങ്കയുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഇന്ത്യയെ പോലെയല്ല. പല രാജ്യങ്ങളുടെയും ജനാധിപത്യം വേറെയാണ്. ശ്രീലങ്കയിലും ജനാധിപത്യമുണ്ട്, അമേരിക്കയിലും ജനാധിപത്യമുണ്ട്, നമുക്കും ജനാധിപത്യമുണ്ട്. ഇതൊക്കെ തമ്മിൽ മൗലികമായ വ്യത്യാസമുണ്ടല്ലോ. നമ്മുടെ ഉപരിസഭ, നമ്മുടെ ലോക്സഭ എന്നൊക്കെ പറയുന്നത് വേറെ വേറെ പാറ്റേൺ ആണല്ലോ. ഈ ശ്രീലങ്കയിലെ പ്രത്യേകത എന്ന് വെച്ചാൽ ആകെ ഒരു കൊച്ചു നാടാണല്ലോ. അവിടെ 22 മണ്ഡലങ്ങളേ ഉള്ളൂ പാർലമെന്റിലേക്ക്. 22 മണ്ഡലങ്ങളിൽ നിന്ന് 225 പേരെ തിരഞ്ഞെടുക്കാം. അപ്പോൾ തന്നെ പ്രത്യേകത മനസ്സിലായില്ലേ? ഒരു മണ്ഡലത്തിൽ നിന്ന് തന്നെ 10-ലേറെ പേരെ തിരഞ്ഞെടുക്കാൻ പറ്റിയ തരത്തിലാണ് അവിടുത്തെ ഒരു ഇലക്ഷൻ പാറ്റേൺ. 22 മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് ആകെ തിരഞ്ഞെടുക്കേണ്ടത് 225 പേരാണ് പാർലമെന്റിലേക്ക്. ഈ 225 പേരെയും തിരഞ്ഞെടുക്കുന്നത് നേരിട്ടല്ല. 196 പേരെ നേരിട്ട് തിരഞ്ഞെടുക്കണം, ജനങ്ങൾ തിരഞ്ഞെടുക്കണം. ബാക്കി 196 കഴിഞ്ഞാൽ 29 പേരുണ്ട് 225ലേക്ക്. ഈ 29 പേരെ നോമിനേറ്റ് ചെയ്യുകയാണ്. ആരെ നോമിനേറ്റ് ചെയ്യുക? നമ്മുടെ നാട്ടിലെ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജയിച്ച അധികാരത്തിലിരുന്ന പാർട്ടി അവർക്ക് പറ്റിയവരെ നോമിനേറ്റ് ചെയ്യും. അതാണ് നമ്മുടെ രാജ്യസഭയിലേക്കുള്ള നോമിനേഷൻ എന്നൊക്കെ പറയുന്നത്. ആ നോമിനേഷൻ അല്ല അവിടുത്തെ നോമിനേഷൻ എന്ന് വെച്ചാൽ ആരൊക്കെയാണോ തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് അവർക്ക് പ്രാതിനിധ്യം കൊടുക്കാനാണ്. എന്ന് പറഞ്ഞാൽ ശ്രീലങ്കയിലെ ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ മിനിഞ്ഞാന്നായിരുന്നല്ലോ, നവംബർ 14 നമ്മുടെ ശിശുദിനത്തിലായിരുന്നു. നാളെയാണ് മന്ത്രിസഭ. നാളെ മന്ത്രിസഭ വരും. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് തോറ്റുപോയ എല്ലാവർക്കും അവർക്ക് കിട്ടിയ വോട്ട് ശതമാനത്തിൻ്റെ കണക്കിൽ ഈ ബാക്കി 29 സീറ്റുകൾ വീതം വെച്ച് കൊടുക്കും. കൗതുകം നിറഞ്ഞൊരു കാഴ്ച. എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഒരു ജനാധിപത്യം ആ മാതൃക കാണിക്കാറില്ല. തോറ്റവരെ കൂടി പരിഗണിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും തോറ്റവൻ്റെ കൂടി സ്വരം പാർലമെന്റിലുണ്ടാവും. അതാണ് അവിടുത്തെ സിസ്റ്റം. ഇങ്ങനെ ഈ 22 മണ്ഡലങ്ങളിൽ നിന്നായി 196 പേരെ നേരിട്ട് തിരഞ്ഞെടുക്കുകയും 29 പേരെ നോമിനേറ്റ് ചെയ്യുകയും ചെയ്യുന്നൊരു ബോഡിയാണ്. അപ്പോൾ മൊത്തത്തിൽ 225 ആരായാലും ഭരിക്കണമെങ്കിൽ 113 സീറ്റ് വേണം. 225 കേവല ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ 113 സീറ്റാണ്. പക്ഷേ ജനങ്ങൾ വമ്പിച്ച ഭൂരിപക്ഷം കൊടുത്തിരിക്കുന്നു ദിസനായകയ്ക്ക്. അദ്ദേഹത്തിന് ഇപ്പോൾ 159 സീറ്റ് കിട്ടിയിട്ടുണ്ട്. വലിയ ഭൂരിപക്ഷമാണ്. അതായത് നോമിനേഷനൊന്നും ആവശ്യമില്ലാതെ തന്നെ അദ്ദേഹത്തിന് ആവശ്യത്തിലേറെയുള്ള ഭൂരിപക്ഷമുണ്ട്. 159 സീറ്റ്. അങ്ങനെയാണ് അദ്ദേഹം ജയിച്ച് കയറിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി JVP ആണ്, ജനതാ വിമുക്തി പെരുമന. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ മുന്നണിയിലാണ്. അത് മുന്നണിയാണ്. ചില്ലറ വോട്ടുകളൊക്കെ മറ്റു പാർട്ടികൾക്കുണ്ട്, ഘടകകക്ഷികൾക്കുണ്ട്. അതൊന്നും ഒരു ഇഷ്യൂ അല്ല. പ്രധാന പാർട്ടി ഇവർ തന്നെ. പക്ഷേ ചോദ്യം ഇതാണ്, എങ്ങനെയാണ് അവരെ നമ്മൾ ചോപ്പ് എന്ന് പറയുന്നത്? നമ്മൾ വിചാരിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വിപ്ലവ പാർട്ടി അവിടെ അധികാരത്തിൽ വന്നു എന്നാണ്. പലരുടെയും ധാരണ അങ്ങനെയാണ്. പത്രങ്ങളും അതിന് കൂട്ടു നിൽക്കുന്നുണ്ട്. സത്യത്തിൽ അതിൻ്റെ വസ്തുത ജനങ്ങളോട് പറയേണ്ടത്. ജനങ്ങളത് വേണ്ട വിധം മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കാനുള്ള ഒരു ശ്രമമാണ്, ഒരു പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ്റെ ഭാഗമാണിത്. സത്യത്തിൽ JVP ആരാണ്? JVP അതിന് മുമ്പ് അവിടെ ഉണ്ടായിരുന്ന വിജയവീര എന്ന് പറയുന്ന ഒരു പഴയ രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. 1989 മരിച്ചുപോയി. വിജയവീര എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വളരെ റവല്യൂഷണറിയായ വിപ്ലവകാരിയാണ്.
അദ്ദേഹം 1959 തൊട്ട് ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായിരുന്ന ഒരാളാണ്. ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, സത്യമാണ്. ആര്? ഈ വിജയവീര, പാർട്ടിയുടെ സ്ഥാപകൻ, JVP എന്ന പാർട്ടിയുടെ സ്ഥാപകൻ വിജയവീര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് പ്രവർത്തനം തുടങ്ങിയത്. എത്ര കാലം? 8-9 കൊല്ലം. അദ്ദേഹം 1954 വന്നിട്ട് 68, എനിക്ക് തോന്നുന്നു 12 കൊല്ലം ആയപ്പോഴേക്ക്, 68 കാലമായപ്പോഴേക്ക് നമ്മുടെ നാട്ടിലൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ ആശയപരമായ പിളർപ്പുണ്ടായതുപോലെ 68-ലായപ്പോൾ ശ്രീലങ്കയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പിളർപ്പുണ്ടായി. എന്തായിരുന്നു അത്? ആശയപരമായിരുന്നു. എന്താ തർക്കം? ഈ ഇദ്ദേഹം വിജയവീര ആവശ്യപ്പെട്ടത്, വിജയവീരയും സംഘവും പാർട്ടിക്കകത്ത് ആവശ്യപ്പെട്ടത് അതിശക്തമായ സായുധ സമരത്തിലൂടെ ഭരണകൂടത്തെ അട്ടിമറിക്കണം, സമ്പന്നവർഗത്തെ തകർക്കണം, തുടച്ചു നീക്കണം. അനിഹിലേഷൻ, ഇവിടുത്തെ തിയറി ഉണ്ടല്ലോ, തുടച്ചു നീക്കൽ, അത് തന്നെയാണ്. അതിനുവേണ്ടി വാശി പിടിച്ചപ്പോൾ നമ്മുടെ നാട്ടിൽ നക്സലൈറ്റുകളെ പോലെ ഒരു കൂട്ടം തീവ്ര വിപ്ലവകാരികൾ, ഇടത് വിപ്ലവകാരികളായിട്ട് ഇദ്ദേഹം വിജയവീരയും സംഘവും മാറി. അവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്താക്കി. മറ്റവർക്കായിരുന്നു ഭൂരിപക്ഷം, മിതവാദികൾക്കായിരുന്നു ഭൂരിപക്ഷം. അങ്ങനെ 68 അദ്ദേഹത്തെ പുറത്താക്കിയപ്പോൾ അദ്ദേഹം പുറത്തിറങ്ങിപ്പോയിട്ടുണ്ടാക്കിയ ഒരു കൊച്ചു സംഘടന, കൊച്ചു പാർട്ടിയാണ് നമ്മുടെ നക്സലൈറ്റുകളെ പോലെ, നക്സൽ ബാരിയെ പോലെ ഒരു മൂവ്മെൻ്റാണ് JVP. അന്ന് വരെ ജനതാ വിമുക്തി പെരുമന ഇല്ല. അപ്പോൾ സത്യമാണ്, അപ്പോഴും അത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയുടെ പാർട്ടിയാണ്. ഒരുപക്ഷെ ശ്രീലങ്കൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയേക്കാൾ ആവേശവും വിപ്ലവ വീര്യവുമുള്ള പാർട്ടിയാണ് എന്നത് ശരിയാണ്. ഏത് കാലം വരെ? 1968 അത് സ്ഥാപിച്ചു. 68 സ്ഥാപിച്ചിട്ട് നമ്മുടെ നാട്ടിലെ ഈ ഗറില്ല പ്രവർത്തനം നടത്തിയതുപോലെ തന്നെ സായുധ പരിശീലനം, വിപ്ലവ പ്രവർത്തനങ്ങൾ, അട്ടിമറി പ്രവർത്തനങ്ങൾ അത് നടത്തിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. 1971 അവിടെ ഒരു വലിയ വിപ്ലവം നടത്തി. അത് തകർന്നുപോയി, പൊളിഞ്ഞു വെച്ചോ. ഏതൊരു നക്സലൈറ്റ് കലാപവും പോലെ ഇന്ത്യയിലെ പോലെ തന്നെ അവിടെയും തകർന്നുപോയി. 71 87 വലിയ വർദ്ധിത വീര്യത്തോടെ മാത്രമല്ല വേറൊരു കാര്യം കൂടിയുണ്ട് നമ്മൾ ഓർക്കേണ്ടത്. സോവിയറ്റ് യൂണിയനും ചൈനയും ഒക്കെ സജീവമായി നിന്ന കാലമാണ്. അവിടെ നിന്നൊക്കെ എല്ലാ കമ്മ്യൂണിസ്റ്റ് ചേരി ലോകത്ത് വളരെ ശക്തമാണ്. അവിടെ നിന്നൊക്കെ സാമ്പത്തികവും സൈനികവുമായ സഹായം കിട്ടി അവർ വലിയ വിപ്ലവം നടത്തി. 2 കൊല്ലം പക്ഷേ ഭരണകൂടത്തെ വിറപ്പിച്ചു. ഒടുവിൽ സർവ്വശക്തിയും എടുത്ത് ആ രാജ്യം തകർത്ത് കളഞ്ഞു. ആ രാജ്യം ഇവരുടെ അട്ടിമറി പ്രവർത്തനങ്ങളെ തകർത്തു. എന്ന് 1989 അവിടെ 2 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, വിജയവീര ആ കലാപത്തെ തുടർന്ന് മരിച്ചു. വിജയവീര മരിച്ചപ്പോൾ പിന്നെന്താ സംഭവിക്കുന്നറിയോ? ആ കാലത്ത് ആ കലാപത്തിൽ പങ്കെടുത്തുകൊണ്ടാണ് നമ്മുടെ ദിസനായകെ, യുവാവായ ദിസനായകെ ആദ്യമായിട്ട് രംഗത്ത് വരുന്നത്. 1989 ദിസനായകെ വരുന്നത്. അത് കഴിഞ്ഞ് പാർട്ടിക്ക് വേറെ ലീഡർഷിപ്പ് വന്നു. ആദ്യമായിട്ട് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ അന്ന് അദ്ദേഹം വന്നില്ല. പാർട്ടി ആ വിപ്ലവം കഴിഞ്ഞപ്പോൾ അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് എടുത്തു. ഏത് പാർട്ടിയിൽ? JVPയിൽ ആദ്യമായി മെമ്പർഷിപ്പ് എടുക്കുന്നത് 89 പക്ഷേ കൃത്യം 1 കൊല്ലം കഴിഞ്ഞപ്പോൾ 2-3 കാര്യങ്ങൾ ലോകത്ത് സംഭവിച്ചു. ഒന്ന്, 89 ഒടുവിൽ സോവിയറ്റ് യൂണിയൻ തകർന്നു. സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ ലോകത്തിലെ ഏതാണ്ട് 160 രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അതിൻ്റെ അടിസ്ഥാന സ്വഭാവം മാറ്റി. എന്ന് പറഞ്ഞാൽ വിപ്ലവ പരിപാടി അവസാനിപ്പിച്ചു. വിപ്ലവം അതാത് രാജ്യങ്ങളുടെ ലക്ഷ്യമല്ല എന്ന് പ്രഖ്യാപിച്ചു. ഇത് ശ്രീലങ്കയിലും നടന്നു. 1990 അവർ സമ്പൂർണ്ണമായും വിപ്ലവ പരിപാടി, സൈനിക പ്രവർത്തനം, എല്ലാ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സമാധാന മാർഗത്തിലേക്ക് വന്നു. നമ്മുടെ നാട്ടിലെ ഗാന്ധിയന്മാരെ പോലെ ഒരു പടി കൂടി കടന്നു പറഞ്ഞാൽ നമ്മുടെ ബുദ്ധനെക്കുറിച്ച് പറയാൻ അവർക്ക് കൂടുതൽ അർഹതയുണ്ട്. ബുദ്ധന്മാർക്ക് മഹാഭൂരിപക്ഷം ആ പാത സ്വീകരിച്ചത് ഇനി വിപ്ലവത്തിന് ഇത്തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾക്ക് വിമോചന സ്വപ്നങ്ങളിൽ പ്രസക്തിയില്ല എന്ന് അവർ അംഗീകരിച്ചു. തെറ്റും ശരിയൊക്കെ നമുക്ക് വേറെ വിലയിരുത്താം. എന്തായാലും 1990 മുതൽ ഇദ്ദേഹം മെമ്പർഷിപ്പ് എടുത്ത് 1 കൊല്ലത്തിനകം തന്നെ അതിൻ്റെ ആ പാർട്ടിയുടെ വിപ്ലവ പ്രവർത്തനമൊക്കെ ഉപേക്ഷിച്ചിട്ട് അതൊരു സ്വതന്ത്ര ജനാധിപത്യ ഡെമോക്രാറ്റിക് പാർട്ടിയായിട്ട് മാറിയിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഒരു കോൺഗ്രസ് ആയി അത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ആ പാർട്ടിക്ക് ഇപ്പറഞ്ഞ ചെങ്കൊടിയോ അല്ലെങ്കിൽ ചുവന്ന വിപ്ലവമോ കമ്മ്യൂണിസ്റ്റ് വീര്യമോ ഒന്നും അവരുടെ പുരാതനമായ സിരകളിലുണ്ടാവാം എന്നല്ലാതെ എവിടെയും ഇല്ല. പിന്നെ സംഭവിക്കുന്നത് ഇദ്ദേഹം പതുക്കെ യുവ നേതാവായിട്ട് വളർന്നു വരുന്നു. 90 തൊട്ട് 2000 അദ്ദേഹം പാർലമെൻറ്റ് മെമ്പറാകുന്നു. 2015 അദ്ദേഹം 2000 മുതൽ ഇന്ന് വരെ അദ്ദേഹം പാർലമെൻറ്റിലുണ്ട്. 2000 നല്ല ജനസേവകനായി അദ്ദേഹം പ്രവർത്തിച്ചു. സമാധാനം ഉണ്ടല്ലോ. 2015 അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ശ്രീലങ്കയിലെ.
പ്രതിപക്ഷ നേതാവായ കാലത്ത് രാജ്യത്ത് മൗലികമായ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹം മുൻകൈയെടുത്തു. പരിഷ്കാരങ്ങളിൽ ഒന്ന് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ നാട്ടിൽ പോലും ഇപ്പോഴും ജനകീയമായി കഴിഞ്ഞിട്ടില്ലാത്ത എന്നാൽ മൗലികമായ വിപ്ലവമാണ് നമ്മുടെ വിവരാവകാശം ഉണ്ടാക്കിയത്. അത് അവിടെ കൊണ്ടുവന്നു 2015-16 കാലത്ത്. 2 അദ്ദേഹം കൊണ്ടുവന്നത് ജനാധിപത്യം, തെരഞ്ഞെടുപ്പ് പ്രക്രിയ പരിഷ്കരിച്ചു. ഇപ്പം ഇന്ന് ഈ കാണുന്ന മോഡൽ എന്തായാലും ഇവര് ശ്രീലങ്കയുടെ ഒരു സാമ്പത്തിക സ്ഥിതി വല്ലാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്ന സമയത്ത് സമരത്തിലുണ്ടായിരുന്നു. ആര്? ഈ പാർട്ടി ഇപ്പം വന്ന തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അവിടുത്തെ പ്രതിപക്ഷ പാർട്ടിയാണ് അവരെന്നേ. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഈ ആരോഗ്യ രംഗത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കി. എന്തായാലും ഇങ്ങനെ മൗലികമായ ജനസേവന പ്രവർത്തനങ്ങൾ കൊണ്ട് ഇദ്ദേഹം ശ്രദ്ധേയനായി. അതുകൊണ്ട് തന്നെ ദ ബെസ്റ്റ് പാർലമെന്റേറിയൻ ഓഫ് ദി ഇയർ ആയിട്ട് 2017 ഇദ്ദേഹത്തെ ലോകം തിരഞ്ഞെടുക്കുന്നുണ്ട്. അത് അപ്പോഴാണ് അദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് അതിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ വളർച്ച. അത് കഴിഞ്ഞിട്ടാണ് ശ്രീലങ്കയിൽ വലിയ പ്രതിസന്ധിയൊക്കെ വരുന്നത്. വലിയ പ്രതിസന്ധി വന്നു, സാമ്പത്തിക പ്രതിസന്ധി വന്നു. അതിനിടയ്ക്കുണ്ടായ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തിക പ്രതിസന്ധിക്ക് മുമ്പ് അവിടെ ഈ എത്നിക് ഇഷ്യൂസ്, തമിഴ് വംശക്കാരും സിംഹളന്മാരും തമ്മിലുള്ള ഇഷ്യൂ, അതിനെ ഇന്ത്യ സഹായിക്കാൻ പോയി. അതോടുകൂടി ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വഷളായി. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടു. അതൊക്കെ അതിൻ്റെ തുടർന്ന്. ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ ഇതാണ്. ഇപ്പോൾ അദ്ദേഹം അങ്ങനെയാണ് അദ്ദേഹം അധികാരത്തിൽ വന്നിരിക്കുന്നത്. പറഞ്ഞ കാര്യം നമ്മൾ ആദ്യം വരുത്തേണ്ട ക്ലാരിറ്റി, JVP എന്ന പാർട്ടിയാണ് ശ്രീലങ്കയിൽ അധികാരത്തിൽ വന്നിരിക്കുന്നത്. ആ പാർട്ടിക്ക് ഇപ്പോൾ ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് വിപ്ലവവുമായിട്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ യാതൊരു ബന്ധവുമില്ല. അവർ ഉപേക്ഷിച്ച് കളഞ്ഞ ഒരു സിദ്ധാന്തത്തെ പിന്നെയും അവരുടെ തലയിൽ വെച്ച് കെട്ടിക്കൊടുക്കരുത്. അവർ ഗാന്ധിയൻ മാർഗത്തിൽ, ഒരു പക്ഷേ ബുദ്ധൻ്റെ സമാധാന മാർഗത്തിൽ, അഹിംസാ മാർഗത്തിൽ ആയുധങ്ങളൊക്കെ വെച്ച് കീഴടങ്ങിയവരാണ്. അങ്ങനെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതാണ് അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം നേരിടുന്ന ഏറ്റവും വലിയ ക്രൈസിസ്, അതും കൂടി നമ്മൾ ഓർക്കണം. അതായത് ചെലവ് ചുരുക്കി അധികാരം ഭരണം നടത്തുക. ശ്രീലങ്ക സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി ഗൗതം പറഞ്ഞ പോലെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു. ആ പ്രതിസന്ധി എങ്ങനെ വന്നു എന്ന് ഇദ്ദേഹത്തിന് സോഷ്യലിസ്റ്റ് ബേസ് ഉള്ളതുകൊണ്ട് ഇദ്ദേഹവും പ്രതിപക്ഷവും കൃത്യമായിട്ട് പറഞ്ഞു. എന്താ കാര്യം എന്ന് വെച്ചാൽ, ചൈന ആവശ്യത്തിലേറെ കടം കൊടുത്ത് മുടിച്ചതാണ്. ചൈനയുടെ സഹായം കൊണ്ട് മുടിഞ്ഞു പോയ നാടാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ അധികാരമേറ്റാൽ നേരിടുന്ന വല്ലാത്ത ക്രൈസിസ് ഒന്ന്, ചൈനയുടെ സാമ്പത്തികമായ ഈ നീരാളി പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട്. അത് രക്ഷപ്പെടാൻ ഇന്ത്യയാണ് ഞങ്ങളുടെ പ്രതീക്ഷ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 കാരണങ്ങളാണ്. ചൈന അവരെ ഞെക്കിക്കൊല്ലുകയാണെങ്കിൽ ഇന്ത്യയെ സ്നേഹിച്ചു കൊല്ലുന്നുമുണ്ട്. ഇന്ത്യക്ക് പക്ഷേ അത് നല്ല ബോധ്യമുണ്ട്, ശ്രീലങ്കയ്ക്കും ബോധ്യമുണ്ട്. 2 കൂട്ടർക്കും ഒരു പൊതു ശത്രുവായി ചൈനയുണ്ട് എന്നതാണ് പുതിയ കാലത്ത് ഇന്ത്യയുമായി കുറെ കൂടി അടുക്കാനുള്ള ഒരു അവസ്ഥ. ഒരു ബന്ധം കൂടി ദിശനായകെ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എനിക്ക് തോന്നുന്നത് ഒരു വഴികാട്ടി എന്നൊക്കെ ആയിരിക്കും അർത്ഥം. ദിശാസൂചി എന്നൊക്കെ ആയിരിക്കും. എന്തായാലും അത് ഒരു പുതിയ ദിശയിലേക്കുള്ള സൂചനയാണ്. നമ്മുടെ ഈ മാപ്പിൽ ശ്രീലങ്കയെ കാണിക്കുന്നത് മുറിഞ്ഞ ഭാഗമായിട്ടാണ്. അതിനി അടുക്കുമോ എന്ന് നമുക്ക് ഇന്ത്യയുമായി കുറച്ചുകൂടി അടുക്കാനുള്ള സാധ്യത ഉണ്ടാവട്ടെ നമുക്ക് ആശംസിക്കാം. മാത്രമല്ല, ആ നാട് സാമ്പത്തികമായി നട്ടലൊടിയാതെ രക്ഷപ്പെടട്ടെ. ആഭ്യന്തരമായ കലാപങ്ങളില്ലാത്ത ഒരു അയൽരാജ്യമായി ശ്രീലങ്ക മാറട്ടെ. അപ്പോഴും ശ്രീലങ്ക എന്തോ ചുവന്നു എന്നല്ല പറയേണ്ടത്. ശ്രീലങ്ക കുറെ കൂടി വെള്ളരിപ്രാവ് പോലെ സമാധാനത്തിന് ബുദ്ധന്റെ ചുവപ്പ് എന്ന് പറയുന്നതായിരിക്കും നന്നാവുക. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.